കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച വയനാട് പടിക്കം വയലിൽ വനംവകുപ്പിന്റെ പരിശോധന ഇപ്പോഴും നടക്കുകയാണ്. ഈ പ്രദേശത്ത് നിന്ന് കാണാതായ തോട്ടം കാവൽക്കാരനെ കണ്ടെത്തിയെന്ന ആശ്വാസകരമായ വിവരവുമുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് വനംവകുപ്പിന്റെ മുന്നറിയിപ്പ്. സാന്നിധ്യമുണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും സ്കൂൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷിതാക്കളും പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന് അറിയിക്കുന്നു. തനിച്ചു നടക്കുന്നതും വിജന പ്രദേശത്ത് തനിച്ച് കാർഷിക ജോലികളിൽ ഏർപ്പെടുന്നതും ഒഴിവാക്കേണ്ടതാണ്. പൊതുജനങ്ങളുടെ ഗൗരവമുള്ള ഒരു അനൗൺസ്മെന്റ് ആണ്. എം കമൽ വിവരങ്ങൾ അയച്ചിട്ടുണ്ട്. കമൽ, വനംവകുപ്പ് വളരെ ഗൗരവത്തിൽ തന്നെ കാര്യങ്ങളെ കാണുന്നു എന്ന് വേണം ഇപ്പോൾ ഈ അനൗൺസ്മെന്റ് ഉൾപ്പെടെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ. ഈ പ്രദേശം ഏത് ഭാഗത്താണ്? വയനാട്ടിൽ ഒറ്റപ്പെട്ട മേഖലയാണോ, വനത്തോട് ചേർന്ന മേഖലയാണോ? നേരത്തെയും കടുവാ സാന്നിധ്യം ഉൾപ്പെടെ സ്ഥിരീകരിച്ച സ്ഥലമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? തിരച്ചിലിന്റെ പുരോഗതി എത്രത്തോളമുണ്ട്? രതീഷ്, അതാണ് ഏറ്റവും ജാഗ്രത വേണ്ട ഒരു കാര്യം. കാരണം ഇത് വനത്തിൽ നിന്ന് ഒരുപാട് അകലെയുള്ള പ്രദേശം. വയനാടിന്റെ ഏത് ഭാഗമാണെന്ന് ചോദിച്ചാൽ വയനാടിന്റെ ഏതാണ്ട് മധ്യഭാഗം എന്ന് തന്നെ പറയാം. കാരണം ഈ ബത്തേരി താലൂക്കിന്റെയും വൈത്തിരി താലൂക്കിന്റെയും അതിർത്തിയാണ്. അതുപോലെ തന്നെ വനം വകുപ്പിലെ 2 ഡിവിഷനുകളുടെ അതിർത്തിയിൽപ്പെടുന്ന സ്ഥലമാണ്. പച്ചിലക്കാടിനടുത്താണ് പനമരം കണിയാമ്പറ്റ പഞ്ചായത്തുകളുടെ ബൗണ്ടറിയിൽ. അവിടെയാണ് ഇത്തരത്തിൽ രാവിലെ 9:30 കടുവയെ ഒരാൾ കാണുന്നത്. പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വളരെ പെട്ടെന്ന് തന്നെ എത്തി കാൽപ്പാടുകൾ നോക്കി കടുവയാണെന്ന് സ്ഥിരീകരിച്ചു. അതിനുശേഷം ഒരു തോട്ടംകാവൽക്കാരനെ അല്പസമയം കാണാതായത് ഒരു ആശങ്കയുണ്ടാക്കി. പക്ഷേ അദ്ദേഹം സുരക്ഷിതനാണ് എന്നുള്ള വിവരം ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സൗത്ത് വയനാട് DFOയും 3 റേഞ്ച് ഓഫീസർമാരുടെയും നേതൃത്വത്തിൽ ആ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ ഒരു കുന്നിൻ മുകളിലാണ് കടുവയുടെ സാന്നിധ്യം. ഈ കാണാതായ ആളെ തിരഞ്ഞപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയുടെ സാന്നിധ്യം കണ്ടു എന്നുള്ള ചില സൂചനകളുമുണ്ട്. അവർ അത് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ കടുവ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വിവരം. സാധാരണ SOP എന്ന് പറയുന്നത് ആദ്യം ക്യാമറ ട്രാപ്പ് വെച്ച് കടുവയെ ഐഡന്റിഫൈ ചെയ്യുക, പിന്നീട് കൂട് സ്ഥാപിക്കുക, അതിനുശേഷം മയക്കുവേടി എന്നുള്ളതാണ്. പക്ഷേ ഇതുപോലൊരു ജനവാസ മേഖലയിൽ വനം അടുത്തൊന്നുമില്ലാത്തൊരു പ്രദേശത്ത് നേരിട്ട് മയക്കുവേടി വെക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതിനുള്ള ഉത്തരവ് ലഭിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും രാവിലെ മുതൽ ഇവിടെയുള്ള ഈ വാർഡിലെ പുതിയ മെമ്പർ അജിഷ ഒപ്പമുണ്ട്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നേരെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് ഇറങ്ങിയത്. അതെ അതെ. എന്താണ് രാവിലെ ഇവിടുത്തെ ഒരു സാഹചര്യം? രാവിലെ അത് വന്യമൃഗം ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കടുവയുടെ സാന്നിധ്യമാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. റേഞ്ച് ഓഫീസർ വന്നിട്ട് കൺഫേം ആക്കി അത് കടുവയുടെ അടയാളം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ജനങ്ങളിലേക്ക് ഈ വിവരം എത്തിക്കുക എന്നൊരു പ്രൊസീജിയർ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അത് നമ്മൾ പഞ്ചായത്തൊക്കെ ഇടപെട്ടിട്ട് പെട്ടെന്ന് തന്നെ അനൗൺസ്മെന്റ് ചുറ്റും നടത്തുകയും അതോടുകൂടി തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ആൾക്കാരെയൊക്കെ മാറ്റി സേഫാക്കി വെച്ചു. സ്കൂളിൽ നമ്മൾ അനൗൺസ്മെന്റ് ചെയ്തു. അതിനുശേഷം കുട്ടികളെയൊക്കെ നമ്മൾ സുരക്ഷിതരാക്കാനുള്ള എല്ലാ നടപടികളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പൊ അടിക്കടിയായിട്ട് വന്യജീവി ഒരു ഉപദ്രവം തന്നെയാണ് നമ്മൾ ഇവിടെ നമ്മൾ വന്നപ്പോൾ കണ്ടൊരു കാര്യം, വയലിലടക്കം അടിക്കാട് ഇങ്ങനെ വളർന്നു നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഡ്രോൺ പരിശോധനയിൽ ഒന്നും കാണാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അതിനൊരു പഞ്ചായത്തിന്റെ ഇടപെടൽ, പുതിയ ആളാണെങ്കിലും അത് ഇനിയൊരു ഇടപെടൽ വേണ്ടി വരും. നമുക്ക് 21-ാം തീയതി മുതലാണ് നമ്മൾ പഞ്ചായത്തിലേക്ക് നമ്മൾ എൻട്രി ഇടാൻ ചെയ്യുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്നത് ഈ അടിക്കാടുകളുടെ പിന്നെ അത് നശിപ്പിക്കാനുള്ള രീതി എന്ന് വെച്ചാൽ തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിൽ എങ്ങനെ ഏത് രീതിയിലാണെന്ന് പഞ്ചായത്തിലെല്ലാവരും ആലോചിച്ചിരുന്നിട്ട് അടിക്കാടുകൾ വൃത്തിയാക്കുക, ചെത്തി വൃത്തിയാക്കുക എന്ന രീതിയാണ്. ഈ മുൻപ് ഇങ്ങനെ കടുവയും പുലിയും ആന മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഒരു തവണ ഇതിൽ കടന്നു പോയിട്ടൊക്കെ ഉണ്ടെന്നല്ലാതെ കടുവയും പുലിയും ഇറങ്ങുന്ന ആദ്യത്തെ സംഭവം. ഇവിടെ ഇതിന് മുമ്പേ കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇത് ആദ്യമായിട്ടാണ്. പിന്നെ പന്നി, മയില്, കുരങ്ങ് ഇത്രയും മൃഗങ്ങളെയും കൊണ്ട് ഇവിടെ നിക്കപ്പുറത്തില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പൊ പുതിയൊരു എൻട്രിയും കൂടി വന്നിരിക്കുന്നത്. രാവിലെ ഇവിടെ വന്നപ്പോൾ രാവിലത്തെ സ്ഥിതി എന്ന് വെച്ചാൽ വളരെ ആശങ്കാകരമാണ്. അപ്പോൾ വാർഡ് മെമ്പറും ഞാനും അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തുകയും നമ്മളെ സമീപവാസികളെ കാര്യങ്ങൾ അറിയിക്കുകയും അതോടൊപ്പം തന്നെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അനൗൺസ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും സ്കൂളുകളിൽ വിവരം അറിയിക്കുകയും കുട്ടികളെയും അതുപോലെ തൊഴിലുറപ്പിലാണ് തൊഴിലുറപ്പ് പണി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അവരെ സേഫായി ശ്രീനേട്ടൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് അവർ മാറ്റുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്താ നടക്കുന്നത്? ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇപ്പോൾ അതിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചാണ് ഇപ്പോൾ അവർ നടത്തുന്നത്. വെടി വെക്കാനുള്ളൊരു വെക്കുന്നതിന് മുമ്പുള്ള നടപടിയാണ് അവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഇത്രയും ജനവാസ കേന്ദ്രത്തിൽ നിന്ന് സന്ധ്യയ്ക്ക് മുമ്പ് ഇതിനെ കണ്ടെത്താനുള്ള ഒരു സംവിധാനം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. വെടിവെക്കണമെങ്കിൽ വെടിവെക്കണം. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതാണ് പെട്ടെന്ന് ഇരുട്ട് വീഴുന്ന ഒരു സാഹചര്യമാണ്. നല്ല തണുപ്പാണ്. 12-13 ഡിഗ്രിയൊക്കെയാണ് ഇന്ന് പുലർച്ചെയൊക്കെ വയനാട്ടിൽ പല ഭാഗത്തും അനുഭവപ്പെടുന്ന താപനില. അതുകൊണ്ട് ഒരു 6 മണി കഴിഞ്ഞാൽ ഈ സാഹചര്യം മാറും, ഇരുട്ട് വീഴും, പുലർച്ചെ വരെ തണുപ്പാകും. രാവിലെ ആണെങ്കിൽ മഞ്ഞ് വീഴുന്ന സ്ഥലമാണ്. ആളുകൾക്ക് പുറത്തിറങ്ങി സ്വന്തം ആവശ്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇന്ന് ഇരുട്ടുന്നതിന് മുൻപ് ഒരു പരിഹാരം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഈ പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം നേരത്തെ ഇല്ലായിരുന്നു എന്നതല്ലേ? ഇപ്പോൾ ജനവാസ കേന്ദ്രമാണ്.
ഈ പറഞ്ഞ പോലെ വയനാട് ജില്ലയുടെ മധ്യഭാഗമാണ്, അങ്ങനെ വനം അടുത്തുള്ള സ്ഥലവുമല്ല. ഇതേക്കുറിച്ച് വനം വകുപ്പ് ഔദ്യോഗികമായി മറ്റെന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ കമൽ? വനം വകുപ്പ് കഴിഞ്ഞ ദിവസം ജില്ലയിൽ ആകെ ഒരു അറിയിപ്പ് നൽകിയിരുന്നു. കടുവയുടെ പ്രജനന കാലമാണ് അത്. വനത്തോട് അടുത്തുള്ളവർ, പക്ഷേ ഇതുപോലൊരു നാട്ടിൻപുറത്തൊന്നും അങ്ങനെ ഒരു സാഹചര്യമില്ല. പക്ഷേ വനത്തിനടുത്തുള്ളവർ സ്ഥിരമായി വനത്തിൽ പോകുന്നവരൊക്കെ സൂക്ഷിക്കണം, ഒറ്റയ്ക്ക് പോകരുത്, എന്തെങ്കിലും ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വേണം വനത്തിലൂടെ നടക്കാൻ. അതുപോലെ കുട്ടികളെയോ അങ്ങനെയുള്ള ആളുകളെയോ, അതൊക്കെ വനത്തിനകത്തും വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലുമാണ് ആ ജാഗ്രതയൊക്കെ നൽകിയത്. പക്ഷേ ഇതിപ്പോൾ ഉണ്ടായിരിക്കുന്നത് വനത്തിൽ നിന്ന് ഏറെ അകലെയുള്ള ഒരു നാട്ടിൻപുറത്താണ്. പക്ഷേ ആ ഒരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് നൽകിയിരുന്നു. പ്രത്യേകിച്ച് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് വയനാട്ടിൽ ഈ കടുവകൾ നാട്ടിലിറങ്ങുന്ന സംഭവം ഏറ്റവും രൂക്ഷമാവുക. കാരണം ഈ പ്രജനന കാലത്ത് ഈ ആൺകടുവകൾ തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ കാട്ടിനകത്ത് നടക്കും. അപ്പോൾ ഈ അതിൽ ചിലപ്പോൾ ഒരു കടുവ കൊല്ലപ്പെട്ടേക്കാം, അതല്ലെങ്കിൽ പരിക്കേറ്റ് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടാകും. ഈ ഏറ്റുമുട്ടലിൽ, ഈ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന ആൾ ആ ടെറിട്ടറിയിൽ നിന്ന് പുറത്താക്കപ്പെടും. അത് തൊട്ടടുത്തുള്ള നാട്ടിൻപുറത്തേക്കാണെങ്കിൽ അങ്ങനെ ഇറങ്ങും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഏറ്റുമുട്ടലിൽ ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ മാസങ്ങളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട മാസങ്ങൾ. അത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലൊക്കെ ആളുകൾക്ക് ഇപ്പോൾ ഏകദേശം അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാറുണ്ട്. അവർക്ക് തന്നെ ധാരണയൊക്കെ ഉണ്ട്. ഇത് അങ്ങനെ ഒരു സ്ഥലമല്ല. ഈ കണിയാമ്പറ്റ പഞ്ചായത്ത് എന്ന് പറയുന്നത് വനം ഇല്ലാത്തൊരു പ്രദേശമാണ്. ആളുകൾക്ക് അങ്ങനെ ഒരു സാഹചര്യം മുൻപ് കണ്ടിട്ടുള്ള പരിചയവുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരമൊരു സാഹചര്യത്തെ നേരിട്ടുള്ള മുൻപരിചയങ്ങളൊന്നുമില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. എന്താണെങ്കിലും വനം വകുപ്പ് വളരെ ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥരും RRTയും ഒക്കെ എത്തിയിട്ടുണ്ട്. ബത്തേരിയിൽ നിന്ന്, എല്ലാ സ്ഥലത്തും ഇത്തരം സാഹചര്യം ഉണ്ടാകുമ്പോൾ ബത്തേരിയിൽ നിന്നുള്ള ദൗത്യ സംഘമാണ് മയക്കുവേടിക്കൊക്കെ എത്തുന്നത്. അവരും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച വയനാട് പടിക്കംവയലിലാണ് വനംവകുപ്പിന്റെ പരിശോധന നടക്കുന്നത്. ഈ പ്രദേശത്ത് നിന്ന് കാണാതെ തോട്ടം കാവൽക്കാരനെ കണ്ടെത്തി എന്നത് ആശ്വാസകരമാണ്. അതേസമയം വലിയ ജാഗ്രത വേണം എന്ന മുന്നറിയിപ്പാണ്. ഡിസംബർ മാസമാണ്. ഡിസംബർ ജനുവരി മാസത്തിൽ വലിയ മഞ്ഞും മൂടിക്കെട്ടുന്ന അന്തരീക്ഷമാണ്. വേഗത്തിൽ ഇരുട്ട് പടരും. രാവിലെയും ഒക്കെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം. ഇതടക്കമുള്ള മുന്നറിയിപ്പാണ് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട അവിടുത്തെ പുതിയ വിവരങ്ങളിലേക്കും ദൃശ്യങ്ങളിലേക്കും ഒക്കെ നമുക്ക് അല്പസമയത്തിനകം എത്താം. വനംവകുപ്പിന്റെ നടപടികൾ പുരോഗമിക്കുകയാണ്.